ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സാപ് സ്പീക്സ് ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 IPL സീസണിന് മുന്നോടിയായി എല്ലാ ടീമുകളുടെയും ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് RCBയുടെ സ്ക്വാഡിനെ കുറിച്ചാണ്. ആദ്യമായി എടുത്തു പറയേണ്ട പേര് ക്യാപ്റ്റൻ രജത് പട്ടീദാറിൻ്റെയാണ്. വളരെ ഇമ്പാക്റ്റ്ഫുൾ പ്ലെയറാണ് രജത് പട്ടീദാർ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ എന്ന ലേബലിൽ നിന്ന് RCBയുടെ പുതിയ പോസ്റ്റർ ബോയ് എന്ന രീതിയിലേക്ക് വളർന്നു വന്ന താരമാണ് രജത് പട്ടീദാർ. സീസണിലെ 7 മത്സരങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ലഭിക്കുമ്പോൾ മിഡിൽ ഓവേഴ്സിൽ പ്രത്യേകിച്ച് സ്പിൻ ബോളേഴ്സിനെതിരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവാണ് പട്ടീദാറിനെ വ്യത്യസ്തനാക്കുന്നത്. ആഭ്യന്തര ടൂർണമെൻറ്റുകളിൽ വളരെ മികച്ച രീതിയിൽ ക്യാപ്റ്റൻസി റെക്കോർഡുള്ള പട്ടീദാർ ഇക്കഴിഞ്ഞ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശ് ടീമിനെ ഫൈനലിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു. അടുത്ത പ്ലെയർ വിരാട് കോഹ്ലി. ഈ പേര് തന്നെയാണ് RCBയുടെ സ്റ്റാമ്പ് മാർക്ക്. കഴിഞ്ഞ 18 കൊല്ലമായി RCB എന്ന ഫ്രാഞ്ചൈസ് എങ്ങനെ ലോകത്തിന് മുന്നിൽ ഒരു ബ്രാൻഡഡ് ഫിഗറായി എന്നതിൻ്റെ ഉത്തരമാണ് വിരാട് കോഹ്ലി എന്ന പ്ലെയർ. IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ പ്ലെയർ, ഒരു സീസണിൽ ഏറ്റവും അധികം റൺ നേടിയ ഓറഞ്ച് ക്യാപ്പ് വിന്നർ തുടങ്ങി അനവധി റെക്കോർഡുകളാണ് വിരാട് കോഹ്ലി നേടിയത്. ദ വൺ ആൻഡ് ഓൺലി കിങ് ഓഫ് മോഡേൺ ഡേ ക്രിക്കറ്റ്, വിരാട് പ്രേം കോഹ്ലി. പട്ടീദാർ കോഹ്ലി കോംബോ എങ്ങനെയാകും RCBയെ കപ്പിനരികിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി യശ് ദയാൽ. 2023 റിങ്കു സിംഗ് എന്ന ജയന്റ് ഹിറ്റർ ഒരു ഓവറിൽ 30 റൺസ് അടിച്ചെടുത്ത് കരിയർ വരെ തീർന്നെന്ന് വിലയിരുത്തപ്പെട്ട താരം. അവിടെ നിന്ന് 2024 RCB എന്ന ടീമിന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാക്ഷാൽ MSDയുടെ വിക്കറ്റ് എടുത്ത് ശാപമോക്ഷം നൽകിയ താരം. ബോൾ 2 സൈഡിലേക്കും സ്വിംഗ് ചെയ്യാനും മനോഹരമായി ബാക്ക് ഓഫ് ദ ഹാൻഡ് ഡെലിവറി എറിയാനും അതേപോലെ ഡെത്ത് ബോളും കൂടി മനോഹരമായി എറിയുന്ന യശ് ദയാൽ എന്ന ബൗളർ ഇന്നിങ്സിൻ്റെ ഏത് സമയത്തും ഒരു ക്യാപ്റ്റൻസ് ചോയ്സായി മാറുന്ന പ്ലെയർ കൂടിയാണ്. വളരെ നല്ല കാലിബർ ഉള്ള താരം ടീമിനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്തതായി ലിയാം ലിവിങ്സ്റ്റൺ, ദ റൂത്ത്ലെസ് ക്ലീൻ ഹിറ്റർ. അതാണ് ലിയാം ലിവിങ്സ്റ്റൺ എന്ന പ്ലെയർ. ഓപ്പണിംഗ് ഒഴികെ ടീമിൻ്റെ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന എബിലിറ്റിയാണ് ലിവിങ്സ്റ്റൺ എന്ന പ്ലെയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒരേ സമയം ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നും ഒരേപോലെ ചെയ്യുന്ന താരം ഒരു ഇമ്പാക്റ്റ്ഫുൾ അഡീഷൻ തന്നെയാണ് RCBക്ക്. ചെറിയ ബൗണ്ടറികളുള്ള ചിന്നസ്വാമിയിൽ തീർച്ചയായും ലിവിങ്സ്റ്റൺ ഒരു മുതൽക്കൂട്ടാവും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അടുത്തതായി ഫിൽ സോൾട്ട്. RCB എന്നത് മനോഹരമായ ഒരു ഭക്ഷണമാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന, ടേസ്റ്റ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിൽ സോൾട്ട് എന്ന എക്സ്പ്ലോസീവ് ഓപ്പണർ. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും ഡേഞ്ചറസ് ഓപ്പണിംഗ് ബാറ്റർ. പവർ പ്ലേ മുതൽ അയാൾ നൽകുന്ന ആക്സിലറേഷൻ തന്നെയാകും RCB എന്ന ടീമിൻ്റെ ഇന്നിങ്സിൻ്റെ അടിത്തറ എന്ന് പറയാൻ പറ്റുന്നത്. ചെറിയ ബൗണ്ടറിയുടെ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ സാധിച്ചാൽ സോൾട്ടിനെ പിടിച്ചു കെട്ടാൻ ബൗളർമാർ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. അടുത്തതായി ഭുവനേശ്വർ കുമാർ, ദ സ്വിംഗ് കിങ് ഓഫ് ഇന്ത്യ. ബോൾ 2 വശത്തേക്ക് സ്വിംഗ് ചെയ്ത് മാന്ത്രികത കാണിക്കുന്ന മജീഷ്യൻ, അതാണ് ഭൂവി. പവർ പ്ലേയിലെ എക്കണോമിക് ബൗളിംഗ് ഭൂവിയെ മറ്റു ബൗളർമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഡെത്ത് ഓവറിലും വളരെ നന്നായി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഭൂവി എന്നതും RCBക്ക് ഒരു മുതൽക്കൂട്ടാണ്. ദ മാൻ ഓഫ് പ്യുവർ ക്ലാസ്, അതാണ് ഭുവനേശ്വർ കുമാർ. അടുത്തതായി ജോഷ് ഹേസൽവുഡ്. ഈ അടുത്ത കാലം വരെ നമ്പർ 1 T20 ബോളറായിട്ടുള്ള താരമാണ് ജോഷ് ഹേസൽവുഡ്. പേസ് വേരിയേഷനാണ് ഈ താരത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഒരുപാട് സ്പീഡിൻ്റെ അകമ്പടിയില്ലാതെ പ്യുവർ ലൈൻ ആൻഡ് ലെഗ് ബൗളറാണ് ഹേസൽവുഡ്. ബോളിംഗ് പിച്ചുകളിൽ തീർച്ചയായും ഹേസൽവുഡ് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ജിതേഷ് ശർമ്മ. ദിനേശ് കാർത്തിക് എന്ന ഡിപ്പെൻഡബിൾ ഫിനിഷറിന് ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജിതേഷ് ശർമ്മ എന്ന ഫയർ ബാറ്റർ. ബൗൺസറിനെതിരെയും ഷോർട്ട് ലെഗ് ബോളുകൾക്കെതിരെയും ക്ലീൻ ഹിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ചിന്നസ്വാമി പോലെ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഏറെ വലുതായിരിക്കും. ഒരു മികച്ച വിക്കറ്റ് കീപ്പർ കൂടിയായ ഈ താരം RCBയുടെ മികച്ച ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു ഇൻക്ലൂഷൻ കൂടിയാണ്. അടുത്തതായി കൃണാൽ പാണ്ഡ്യ, വൺ ഓഫ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ബൗളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് IPL എന്ന് നിസ്സംശയം പറയുന്ന പ്ലെയറാണ് കൃണാൽ പാണ്ഡ്യ. നന്നായി സ്പിൻ ചെയ്യുകയും സ്പിന്നിനെതിരെ നന്നായി ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മികച്ച ഓൾറൗണ്ടർ കൂടിയാണ് കൃണാൽ പാണ്ഡ്യ. ഈ ഒരു താരത്തിൻ്റെ എക്സ്പീരിയൻസ് RCB ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരിക്കും. അടുത്തതായി ടിം ഡേവിഡ്, ദ ജയന്റ് ഡൈനാമിക് കില്ലർ. അതാണ് ടിം ഡേവിഡ് എന്ന പ്ലെയർ. ദ ക്ലീൻ ഹിറ്റർ ഓഫ് സിക്സസ്. ഫുൾ ലെങ്ത് ബോളുകൾ വളരെ മനോഹരമായി സിക്സ് അടിക്കുന്ന ജയന്റ് ഹിറ്റർ.
ഷോർട്ട് ബൗണ്ടറികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഗ്രൗണ്ടുകളിൽ അയാൾ തീർച്ചയായും ഒരു ജയന്റ് പില്ലറായി മാറും എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അടുത്തതായി നുവാൻ തുഷാര, ദ ഡാസ്ലിംഗ് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ്, ദ അൺഈവൻ ബൗൺസർ. ഈ ഒരു ബോളാണ് നോർമൽ ഒരു ഡെത്ത് ഓവർ ബൗളറിൽ നിന്ന് തുഷാരെ വ്യത്യസ്തനാക്കുന്നത്. ഒരുപാട് സ്പീഡി ബോളർ അല്ലെങ്കിൽ കൂടിയും 6 ബോളുകൾ ഒരേപോലെ യോർക്കർ എറിയാൻ സാധിക്കുന്നത് തന്നെയാണ് തുഷാരയുടെ ശക്തി എന്ന് പറയുന്നത്. അടുത്തതായി റസിക് സലാംദാർ. 6 കോടി കൊടുത്ത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ട്രോൾ ചെയ്യുന്ന പ്ലെയറാണ് റസിക് സലാംദാർ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ എന്തായാലും വ്യത്യസ്തനായ ഒരു ബോളറാണ് റസിക് സലാം. സ്ലോ ബോളുകൾ അല്ലെങ്കിൽ സ്ലോ യോർക്കർ, സ്ലോ കട്ടേഴ്സ് എന്നത് തന്നെയാണ് താരത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ദ എക്സ്ട്രാ ഫാക്ടർ എന്നൊക്കെ പറയത്തക്ക ഒരു പ്ലെയറാണ് റസിക് സലാംദാർ. അടുത്തതായി ദേവദത്ത് പടിക്കൽ. വളരെ മികച്ച കാലിബർ ഉള്ള ഒരു യുവതാരം, ഒരു മികച്ച ക്ലാസിക് ബാറ്റർ, നിലയുറപ്പിച്ചാൽ ആക്രമിച്ച് കളിക്കുന്ന ഒരു ഐക്കോണിക് ബാറ്റർ. തീർച്ചയായും RCBയുടെ ലൈനപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി സുയ ശർമ്മ, യങ്, ടാലന്റഡ് ആൻഡ് അപ്കമിംഗ് സെൻസേഷൻ. ടോപ്പ് സ്പിൻ എന്ന വജ്രായുധം വെച്ച് ബാറ്റർമാരെ കുഴയ്ക്കുന്ന ബോളർ, അതാണ് സുയ ശർമ്മ. മിക്കവാറും ഫസ്റ്റ് സ്പിൻ ഓപ്ഷനായി സുയാഷ് തന്നെയാവും RCBക്ക് മുന്നിലുണ്ടാവുക. അടുത്തതായി റൊമാരിയോ ഷെപ്പേർഡ്, ദ ഗയാനീസ് ഗൺ. ഒരേപോലെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരു കളിയെ തിരിക്കാൻ കഴിവുള്ള വിൻഡീസ് പവർ ഹൗസ്, അതാണ് റൊമാരിയോ ഷെപ്പേർഡ്. അടിക്കുന്ന 6 മിനിമം 85 മീറ്റർ ദൂരം ഗ്യാരണ്ടിയുള്ള പ്ലെയറാണ് റൊമാരിയോ. നമ്പർ 8 പൊസിഷനിൽ RCBക്ക് മുന്നിലെ ഏറ്റവും മികച്ച ഓപ്ഷനും റൊമാരിയോ ഷെപ്പേർഡ് തന്നെയാണ്. അടുത്തതായി ജേക്കബ് ബത്തൽ, അപ്കമിംഗ് സെൻസേഷൻ ഇൻ വേൾഡ് ക്രിക്കറ്റ്, ക്ലീൻ ഹിറ്റർ ഓഫ് ദ ബോൾ. ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇത്ര റേഞ്ചിൽ 6 അടിക്കുന്ന ഒരു പ്ലെയർ, ഒരു ലോങ് ടൈം ഡെപ്പോസിറ്റ് തന്നെയാണ് RCBക്ക് ജേക്കബ് ബത്തൽ. കുഴപ്പമില്ലാത്ത ബോളിംഗ് ഓപ്ഷനുമാണ് ജേക്കബ് ബത്തൽ, എ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ മാക്സ്വെൽ. അടുത്തതായി ലുങ്കി എൻഗിഡി, ഒരു പക്ക ആഫ്രിക്കൻ ബൗളിംഗ് പാക്കേജ്, അതാണ് ലുങ്കി എൻഗിഡി. പേസും ലെങ്തും ഒരുപോലെ ഒത്തുചേർന്ന താരം. ഗുഡ് ലെങ്ത് ബോളുകൾ കൊണ്ട് സ്റ്റംപ്സ് ഇളക്കുന്ന ലുങ്കി എൻഗിഡി തീർച്ചയായും RCB ബോളിംഗ് നിരയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാകും. അടുത്തതായി സ്വപ്നിൽ സിംഗ്, ദ ലക്കി ചാം ഓഫ് RCB എന്ന ടീം RTM ഉപയോഗിച്ച് നിലനിർത്തിയ ഒരേ ഒരു പ്ലെയർ, അതാണ് സ്വപ്നിൽ സിംഗ്. ബോളിംഗ് ഓപ്പൺ ചെയ്യാനും അതേപോലെ മിഡിൽ ഓവേഴ്സ് ബോൾ ചെയ്യാനും അത്യാവശ്യം ഒരു നമ്പർ 8 പൊസിഷനിലൊക്കെ ബാറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു 3D പ്ലെയർ തന്നെയാണ് സ്വപ്നിൽ സിംഗ്. മനോജ് ബണ്ടാഗെ, കർണാടക ടീമിലെ വിശ്വസ്തനായ ഫിനിഷർ, ക്ലീൻ ഹിറ്റിംഗ് എബിലിറ്റി കൊണ്ട് പേരെടുത്ത യുവതാരം. ലെഫ്റ്റ് ഹാൻഡ് ഹിറ്റർ ആണെന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അതുപോലെ തന്നെ ചിന്നസ്വാമിയിലെ മത്സര പരിചയം RCB എന്ന ടീമിന് ബണ്ടാഗെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അടുത്തതായി സ്വസ്തിക് ചിക്കാര, UP ലീഗിൽ 2 സെഞ്ചുറി ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരം. സ്പിന്നും പേസും ഒരുപോലെ ഹിറ്റ് ചെയ്യാൻ കഴിവുള്ള എക്സ്പ്ലോസീവ് ഓപ്പണർ. തീർച്ചയായും മികച്ചൊരു അഡീഷൻ തന്നെയാണ് സ്വസ്തിക് ചിക്കാര എന്നത്. അടുത്തതായി അഭിനന്ദൻ സിംഗ്, മികച്ച രീതിയിൽ UP ലീഗിൽ പന്തെറിഞ്ഞ താരം. മനോഹരമായ ബോളിംഗ് ആക്ഷൻ, മികച്ച സ്വിംഗ് ആൻഡ് സീം, മികച്ച പൊസിഷനിങ്. തീർച്ചയായും ഒരു മികച്ച ഓപ്ഷനാണ് അഭിനന്ദൻ സിംഗ് എന്നുള്ളത്. അവസാനമായി മോഹിത് റാത്തി, ടീമിലെ സെക്കൻഡ് പ്രോപ്പർ ലെഗ് സ്പിൻ ഓപ്ഷൻ. മികച്ച രീതിയിൽ ഗൂഗിളി എറിയാൻ കഴിവുള്ള താരം, ഒരു മിനിമം ഗ്യാരണ്ടി പ്ലെയർ, അതാണ് മോഹിത് റാത്തി. തീർത്തും ഒരു നല്ല അഡീഷൻ തന്നെയാണ് RCBക്ക് ഈ താരം. അടുത്തതായി നമുക്ക് RCB എന്ന ഈ ടീമിൻ്റെ സ്ക്വാഡിലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒന്ന് പരിശോധിക്കാം. ഈ ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർത്തും സ്ട്രോങ് ആയ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതുപോലെ മിഡിൽ ഓവർ കൺട്രോൾ ചെയ്യാനുള്ള ബാറ്റേഴ്സ്, എസ്പെഷ്യലി സ്പിന്നിനെതിരെ കളിക്കാനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി പേസ് ബോളിംഗ് ഓപ്ഷൻസ്. മാത്രമല്ല ഇപ്പോൾ സ്ക്വാഡിലുള്ള എല്ലാവിധ പ്ലെയേഴ്സും ഫോമിലാണെന്നുള്ളതും RCBയുടെ ഏറ്റവും വലിയ സ്ട്രെങ്തുകളിൽ ഒന്നാണ്. അടുത്തതായി ടീമിലെ പ്രധാന വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു വീക്കായ സ്പിൻ ബോളിംഗ് യൂണിറ്റ് എന്നുള്ളത് തന്നെയാണ്. ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സുയ ശർമ്മയും മോഹിത് റാത്തിയും സ്വപ്നിൽ സിംഗും ചേർന്നുള്ള ഈ ഒരു സ്പിൻ ബോളിംഗ് നിരക്ക് അല്പമെങ്കിലും കരുത്താവുന്നത് കൃണാൽ പാണ്ഡ്യ എന്ന എക്സ്പീരിയൻസ്ഡ് ബോളറുടെ പ്രസൻസ് തന്നെയാണ്. അടുത്തതായി നമുക്ക് RCBയുടെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു പ്രൊബബിൾ പ്ലേയിങ് 11 പരിശോധിക്കാം. ഓപ്പണേഴ്സായി ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും, 1 ഡൗണായി കൃണാൽ പാണ്ഡ്യ, 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ രജത് പട്ടീദാർ, 5-ാം നമ്പറിൽ ലിയാം ലിവിങ്സ്റ്റൺ, 6-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ, 7-ാം നമ്പറിൽ ദ എക്സ്പ്ലോസീവ് ഹിറ്റർ ടിം ഡേവിഡ്,
8-ാം നമ്പറിൽ റസിക് സലാംദാർ, 9-ാമതായി ഭുവനേശ്വർ കുമാർ, 10-ാമത് ജോഷ് ഹേസിൽവുഡ് ആൻഡ് 11-ാമതായി യഷ് ദയാൽ. ഇമ്പാക്ട് പ്ലെയറായി സ്വപ്നിൽ സിംഗ് അഥവാ സുയ ശർമ്മ.